ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് യൂട്യൂബിലെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ വീണ്ടും ബാക്ക് വശം പാടിനോട് ചേർത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ കരുതി. നമ്മളീ പോണ വഴി എന്ന് പറഞ്ഞത് ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഞാൻ കാണിക്കുക. പിന്നെ ഈ സ്ഥലം ഒരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് ആരങ്ങനെ വരാറൊന്നുമില്ല. നല്ലൊരു പ്ലേസാണിത്. ഇതിപ്പോൾ തൽക്കാലം കയറ്റി നമ്മൾ പിരിക്കാൻ സെറ്റപ്പ് ആക്കിയതാണ്. ഒരു വൈബ് സ്ഥലമാണിത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഈ പറമ്പിക്ക് മണ്ണൊക്കെ അടിച്ച് സെറ്റാക്കിയത്. അപ്പോൾ ഈ നോക്കണ കാരണമൊക്കെ നമ്മളെ കൊണ്ട് പിന്നെ അധികം പുറത്തുനിന്ന് ആൾക്കാരൊന്നും വരാറൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഏരിയ ഇതേപോലെ തന്നെയായിരുന്നു. ഇതൊക്കെ ആകെ ഒരു കരിങ്കല്ലിട്ടായിരുന്നു ആദ്യം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പണിയും കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഇതാണ് മറ്റേ സ്പോട്ട്. നമ്മളെ വീടിൻ്റെ ബാക്ക് ഏരിയ ഇതാണ്. നന്നായിട്ട് മഴ ചാറുണ്ട് കേട്ടോ. ഇത് അടുത്തുള്ള എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ നീന്തക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് മഴ എത്രത്തോളം പെയ്തെന്ന് ഇവിടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മഴ ഇന്നലെ വരെ വെള്ളം ഞാൻ നിൽക്കണ വരണേന്നുള്ളൂ. മനസ്സിലാ ഇത് വരണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. എന്താ ഈ കല്ലിൻ്റെ ബാക്ക് വരെ, അതായത് ഒരു കല്ലാണ് ചെയ്ത ഈ കല്ലിൻ്റെ ബാക്ക് വരണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കല്ലും കടന്ന് ഇതാ ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് പെയ്യാണെന്നുണ്ടെങ്കിൽ വെള്ളം ഓൾമോസ്റ്റ് ഇപ്പോൾ ഏത് പടി കയറും പറയുകയാണെങ്കിൽ ഇതുവരെ കയറും. ഇതുവരെക്കാണ് വെള്ളം കയറാറ്. ഈ പടവൊക്കെ കെട്ടാത്ത സമയത്തൊക്കെ നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, വന്ന വഴി കൂടെ ഒക്കെ വെള്ളം കയറിയിട്ട് ഞങ്ങൾ വഞ്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ തൊട്ട ബാക്കിലായതുകൊണ്ട് നമ്മൾ നീന്തൽ പിടിച്ചൊക്കെ അവിടെ തന്നെ. ഞാനൊരു 10 വയസ്സിന് മുന്നേക്കെ നീന്തൽ പിടിച്ചാണ്. സ്കൂൾ വിട്ട് വന്നാലൊക്കെ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. പിന്നെ കയറണമെങ്കിൽ ഉമ്മ വരണം. ഉമ്മ വടിയായിട്ട് വന്നിട്ടാണ് നമ്മൾ കയറാറ്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയുള്ള പിള്ളേരൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കും വെള്ളം എത്ര ആയിട്ടുണ്ട്, കുളിക്കള സെറ്റപ്പ് ആയാന്നൊക്കെ വന്നിട്ട് ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പിള്ളേർക്ക് അർമ്മതിക്കുക. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം ഒരുവിധ ആൾക്കാരൊക്കെ നീന്തൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നീന്തൊക്കെ നിശ്ചലാത്ത ആൾക്കാരൊക്കെ നീന്തൊക്കെ പഠിക്കാൻ നോക്കുക. ഇപ്പോൾ നിൽക്കുമ്പോഴത്തെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കട്ടോ. മഴ ഇങ്ങനെ ചെറിയ തോതിലിങ്ങനെ ചാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പോക്ക് പോവാണെങ്കിലൊക്കെ പെട്ടെന്ന് നിറയാനുള്ള ചാൻസ് ഉണ്ട്. വഞ്ചൊക്കെ നമ്മൾ തന്നെ കേട്ടോ. അപ്പം നമ്മളതിനെ നോക്കാറൊക്കെ. ഇപ്പോൾ വേറൊരു പ്ലേസുകളുണ്ട്. ഇതൊക്കെ ഈ സ്ഥലത്തിൻ്റെ ആൾക്കാരാണിത്. അപ്പം അങ്ങനെ പുറത്തുനിന്നും ആൾക്കാരങ്ങനെ വരുന്നില്ല ഇവിടെ കുളിക്കാനായിട്ട്. പിന്നെ ഇവിടെയുള്ള പിള്ളേരൊക്കെയാണ് വന്നിട്ട് മെയിനായിട്ട് ഇവിടെ വന്ന് കുളിക്കാറും. പിന്നെ നമ്മുടെ ഈ വേനൽക്കാലത്തൊക്കെ ചൂണ്ടിടാറൊക്കെ ഇവിടെ തന്നെയാണ്. ഇതൊരു വലിയൊരു കുളമാണ്. ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മീനൊക്കെ കുടിച്ച് കുഴപ്പമില്ലാത്ത മീനൊക്കെ കിട്ടി. ഇതൊരു തോടാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വേനൽക്ക് മീനൊക്കെ പിടിച്ചതിക്ക് അടിയിലത്തെ ചെളിയൊക്കെ മെയിനായിട്ട് കോരിട്ട്. അപ്പോൾ എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഭയങ്കര മോശമായിരുന്നു വെള്ളം. ആദ്യത്തെ മഴ ഇതുകൊണ്ടൊക്കെ ഭയങ്കര കലങ്ങി വെള്ളമായിരുന്നു. അപ്പോൾ ഒന്ന് ഭയങ്കര മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മളെ ഈ ഭാഗത്ത് നടന്നിട്ട് പിന്നെ ഇവിടെ നല്ല വെള്ളമാണെങ്കിൽ അവിടെ വന്ന കുളിക്കാനുള്ള സെറ്റപ്പുണ്ട്. ഇതൊക്കെ ഈ സ്ഥലത്തിൽപ്പെട്ട ഏരിയ കേട്ടോ. അതൊക്കെ ഇതൊക്കെ
ഇതൊക്കെ രണ്ട് വർഷം മുന്നേ നമ്മൾ തോട്ടിന്ന് JCB കോരിയ മണ്ണാണ് ഇതൊക്കെ നമ്മൾ നടന്നു പോണേ. ചെറിയൊരു ബണ്ട് പോലുള്ള. പിന്നെ കുറച്ചൊരു വെള്ളം വരണം. ഈ കണ്ടെത്തിന്നൊക്കെ ഈ തോട്ടിന്നൊക്കെ മീനൊക്കെ ചാടും ചിലപ്പോൾ ഈ കണ്ടെത്തിയൊക്കെ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആവാൻ പോകണുള്ളൂ. കുറച്ചുകൂടെ വെള്ളം കുറച്ചുകൂടെ കയറണം. അപ്പോൾ എന്തായാലും ഇതാ 2 തോടൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ അപ്പുറത്തൊക്കെ ആ ഏരിയയിലൊക്കെ കുളിക്കാറുണ്ട് ഈ വഞ്ചിലൊക്കെ പോയിട്ടേ. അപ്പോൾ അവിടെ ഒരു വലിയൊരു തോടാണ്, ഞാൻ കാണിച്ചു തരാം ആ തോട്. അപ്പോൾ അവിടെ വല കിട്ടുന്നിട്ടാ. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മൾ വെള്ളം വറ്റുന്ന ടൈമിൽ നമ്മൾ ചാട്ടം കെട്ടുമെന്ന് പറയും. പിന്നെ ഇപ്പോൾ ഓരോരുത്തരിതാ തുരുത്തിങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മീനിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ വല ഇടുന്നവരുണ്ട്, തുരുത്തി വെക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു തോട്. നമ്മൾ ആ എൻഡിലാണ് വഞ്ചി പോയിട്ട് ചാടി കുളിക്കാറ്. അപ്പോൾ എന്തായാലും വെള്ളം ഒരുവിധമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി വെള്ളം കയറണം. നമ്മൾ വന്ന ആ ബണ്ടൊക്കെ ഒന്ന് മൂട്ടിയിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ സെറ്റാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തോടൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച ആ തോട്ടിൽ നല്ല വെള്ളം പ്രാവശ്യം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുളിക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ പതുക്കെ മെല്ലെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഉണ്ടെന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.